मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। എവിടുന്ന ഇത്രയധികം പുക വരുന്നത്? ഈ മരമണ്ടൻ ഹണി കുക്കറിനെ നശിപ്പിച്ചു. സംശയമുണ്ടോ? ഒരു സംശയമില്ല, കുക്കർ പൊട്ടിത്തെറിച്ചു. എങ്ങനെയാ പൊട്ടിത്തെറിച്ചത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളല്ലേ കുക്കറിനെ സൂക്ഷിക്കണമെന്ന്. പൊട്ടാതെ സൂക്ഷിക്കേണ്ടത് കുക്കറല്ലേ? നീ ചോറ് വെച്ചതിന് ശേഷം എന്തുകൊണ്ടാ ഗ്യാസ് ഓഫ് ചെയ്യാത്തത്? അതിന് നീ ഗ്യാസ് ഓഫ് ചെയ്യാൻ എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞത് കുക്കർ മാത്രം നോക്കാനല്ലേ. നീ കഴുതയാടാ, കഴുത. നീ ഒരു ജോലിയും ശരിക്ക് ചെയ്യില്ല. സോറി. ഹണി, നീ എന്തുകൊണ്ടാ ഒരു ജോലി പോലും ശരിക്ക് ചെയ്യാത്തത്? കിറ്റി, ഞാൻ നിന്നെ സഹായിക്കണോ? എന്റെ ഹണി, നീ നല്ല നേരത്തെ വന്നത്. എനിക്ക് പുറത്തു പോവാനുണ്ട്, കൂടാതെ ക്ലീനിങ്ങും ചെയ്യണം. നീ ദയവായി എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാൻ പോയിട്ട് ഉടനെ വന്നേക്കാം. വീട് പളപളപ്പോടെ ഇരിക്കണം എന്നുള്ളത് ഖന്ന സാറിന് നിർബന്ധമാണ്. മനസ്സിലായല്ലോ? ശരി, ഞാൻ ക്ലീൻ ചെയ്തോളാം. ഓ എന്റെ അമ്മച്ചേ, ഇതെന്താ ഇത്? ഷൂ പോളിഷ് ആണല്ലോ. അതെ. റോഡെല്ലാം കുണ്ടും കുഴിയുമായി നശിച്ചു. നീ എന്തിനാ ഷൂ പോളിഷ് എല്ലാം ഈ തറയിൽ തേച്ചു? അടിയായി. എന്റെ ഹണി, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. എന്തിനാ ഷൂ പോളിഷ് തറയിൽ തേച്ചത്? വീട് പളപളാന്നിരിക്കണെന്ന് അങ്ങല്ലേ കെട്ടിയോട് പറഞ്ഞത്. ഷൂ പോളിഷ് ഇട്ടാ ഷൂ പളപളാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് തറയിൽ തേച്ചാൽ അതുപോലെ ഇരിക്കുന്ന. കറക്റ്റ് സമയത്തിന് ട്രെയിൻ വരികയുമില്ല, ഒരു ജോലിയും നീ ശരിക്ക് ചെയ്യുകയുമില്ല. അടികൈ. 101, 202, 303, 404. എന്തോടെ നീ എന്താ ഒരു ജോലിയും ശരിക്ക് ചെയ്യുകയില്ലേ? ഹണി, നീ എന്തുകൊണ്ടാണ് ഒരു ജോലിയും ശരിക്ക് ചെയ്യാത്തത്? ഹണി, നീ ഒരു ജോലിയും ശരിക്ക് ചെയ്യുകയില്ലേ? ഞാൻ ഇനി ഒരു ജോലിയും ചെയ്യാൻ പോണില്ല. എന്ത് ചെയ്താലും കുറ്റം മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ജോലി ചെയ്യാതെ ആർക്കും തന്നെ ഒരിക്കലും ജീവിക്കാൻ പറ്റുകയില്ല. ഞാനുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, നീ ആരാ? ഏഞ്ചൽ. അടിപൊളി പേരാ. ആ, പേരല്ല, ഞാൻ യഥാർത്ഥത്തിൽ ഏഞ്ചലാണ്. ഞാൻ കഴുതിയായിരിക്കാം, പക്ഷെ ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഏഞ്ചൽ അങ്ങനെ പുറത്തേക്കൊന്നും വരില്ലല്ലോ. വരുമല്ലോ, ഞാൻ വന്നിരിക്കുന്നല്ലോ. ഞാനിത് വിശ്വസിക്കില്ല. ആ, ഇങ്ങോട്ട് നോക്ക്, ഞാനിതാ പറക്കുന്നു. ഞങ്ങളുടെ പോപ്പട്ടും പറക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവന് ഏഞ്ചലാണോ? എല്ലാ പോപ്പട്ടും പറക്കും. തെറ്റാണ്. ഇവിടെ അടുത്തുള്ള ജനറൽ സ്റ്റോർ ഉണ്ടല്ലോ, അവിടുത്തെ പോപ്പട്ട് രാമങ്കിൽ പറഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഹണി, അദ്ദേഹത്തിന്റെ പേരാണ് പോപ്പട്ട് റാം, പക്ഷെ അദ്ദേഹം മനുഷ്യനാണ്. പിന്നെ എങ്ങനെ പറക്കും? മനുഷ്യർക്ക് പറക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ കൈഡവിയും ചെയ്യുന്ന മനുഷ്യരുണ്ടല്ലോ, അവര് പറക്കുമല്ലോ. അവര് പാരഷൂട്ട് കൊണ്ടാണ് പറക്കുന്നത്. അപ്പൊ നീ എങ്ങനെയാ പാരഷൂട്ട് ഇല്ലാതെ അങ്ങനെ പറക്കുന്നത്? അതിന് കാരണം ഞാൻ ഏഞ്ചലാണ്. അതെങ്ങനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയും? നീ അത് വിശ്വസിക്കാൻ വേണ്ടിയല്ലേ ഞാൻ പറക്കുന്നത്. ഞങ്ങളുടെ പോപ്പട്ടും പറക്കുമല്ലോ. ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോവരുത്. എന്റെ കൈയൊന്ന് പിടിച്ചേ. വിട് വിട്, ഞാൻ താഴെ വീഴും. എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? ഞാൻ താഴെ വീഴും. നിക്ക്, പ്ലീസ്.
നിക്ക്. വാവ്, തീം പാർക്ക്. മരമണ്ട, ഇത് സ്വർഗമാണ്. ഞങ്ങള് താമസിക്കുന്നത് ഇവിടെയാണ്. ഇതെല്ലാം യഥാർത്ഥമാണോ? അതെ. ഞാൻ എങ്ങനെ വിശ്വസിക്കുക? ഉം, ആ ഇത് ശരിക്കും പായസമാണല്ലോ. അതുപോലെ തന്നെ ഇതും സ്വർഗമാണ്. ഞാൻ എങ്ങനെ വിശ്വസിക്കുക നീ യഥാർത്ഥ ഏഞ്ചലാണെന്ന്? നിനക്ക് ഇനിയും വിശ്വാസമായില്ലേ? കൊള്ളാലോ, ചോക്ലേറ്റ്. ആ, അത് ശരി, നീ എന്തിനാ എന്നെ കാണാൻ വന്നത്? അതിന് കാരണം നീ നല്ലവനാണ്. അതുകൊണ്ടാ ഞാൻ നിന്നെ സഹായിക്കാമെന്ന് വിചാരിച്ചത്. എന്നാ ശരി, വീട്ടിലേക്ക് പോവാം. ഇന്ന് വീട് മുഴുവൻ ക്ലീൻ ചെയ്യേണ്ടത് എന്റെ ജോലിയാണ്. നീ എന്റെ കൂടെ വന്ന് വീട് മുഴുവൻ നന്നായി ഒന്ന് വൃത്തിയാക്കിത്താ. ഞാൻ നിന്നോട് പറഞ്ഞത് അങ്ങനത്തെ സഹായമല്ല. എന്നാ ശരി, നീ വീട് മുഴുവൻ വൃത്തിയാക്ക്. അതിനുശേഷമുള്ള പണിയെല്ലാം ഞാൻ ചെയ്തോളാം. ഹണി, നിന്റെ കോൺഫിഡൻസ് മുഴുവൻ പോയിരിക്കാണ്. അത് നിനക്ക് തിരിച്ചു നൽകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്ങനെയാ? ആരെ കൊണ്ടും ചെയ്യാൻ കഴിയാത്ത ജോലി ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കും. അതെന്ത് ജോലിയാണ്? നീ വാ, ഞാൻ പറഞ്ഞു തരാം. വേഗം ഏണി കൊണ്ടുവാ, തീ വ്യാപിക്കുന്നുണ്ട്. വേഗം. ഇവിടെ എന്താ സംഭവിച്ചത്? നീ എവിടെയായിരുന്നു? ഞാൻ സ്വർഗത്തിലേക്ക് പോയതാ. ഈ ഏഞ്ചലാ കൊണ്ടുപോയത്. എവിടെ ഏഞ്ചൽ? ഇതാ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ? ഹണി, എന്നെ ആർക്കും കാണാൻ കഴിയില്ല. അത് ശരി, നീ യഥാർത്ഥ ഏഞ്ചലാണെന്ന് എനിക്ക് മാത്രം എങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞത്? ഹോ, ഇപ്പോഴെങ്കിലും നീ വിശ്വസിച്ചല്ലോ. ആരോടാ നീ സംസാരിക്കുന്നേ? അങ്ങോട്ട് നോക്ക്, ഇൻസ്പെക്ടർ പാണ്ട അവിടെ കുടുങ്ങിയിരിക്കുകയാണ്. തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്ക്, രക്ഷിക്ക്, പ്ലീസ് എന്നെ രക്ഷിക്ക്, രക്ഷിക്ക്. ഒരു കള്ളനെ പിടിക്കാനായിട്ട് ഇൻസ്പെക്ടർ പാണ്ട ടെറസിന്റെ പുറത്ത് കയറിയതാണ്. അവിടെ മുകളിൽ കാണുന്ന മുട്ടയെ പോലത്തെ ആളാണ് ഇൻസ്പെക്ടർ പാണ്ട. സിലിണ്ടർ പൊട്ടിത്തെറിച്ചതുകൊണ്ട് പടികൾ മുഴുവൻ തകർന്നുപോയി. ലിഫ്റ്റും കേടായിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഫയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഏണിയാണ്. എന്നാൽ ബിൽഡിംഗിന്റെ മുകളിലേക്ക് അത് എത്തുന്നുമില്ല. രക്ഷിക്ക്, രക്ഷിക്ക്. സംഭവം വെച്ച് നോക്കുമ്പോൾ ഇൻസ്പെക്ടർ പാണ്ഡെ ആരും രക്ഷിക്കില്ലെന്നാണ് തോന്നുന്നത്. ഹണി, നീ വേണം ഇൻസ്പെക്ടർ പാണ്ഡെയെ രക്ഷിക്കാൻ. ആര്? ഞാനോ? എന്റെ അമ്മച്ചി, നിനക്കെന്താ വട്ടുണ്ടോ? എന്നെ കൊണ്ടൊന്നും കഴിയില്ല. കഴിയും, ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നീ വാ. ഓക്കേ. ഹണി, നീ എങ്ങോട്ടേ പോകുന്നേ? ഇൻസ്പെക്ടർ പാണ്ഡെയെ രക്ഷിക്കാൻ വേണ്ടി പോവാണ്. നിക്കാൻ, ഞാനും വരുന്നു. ഓയ്, ഹണി നിക്ക്, നിനക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഈ ഏണി അതുവരെ എത്തില്ല. അതുകൊണ്ട് നിനക്ക് പോവാനാവില്ല. നിക്ക്, ഇത് കേക്ക്. പോകരുത് ഹണി. ഹണി, ഞാൻ പറയുന്നത് കേക്ക്. പോകരുത്, പറയുന്നത് കേക്ക്. ഹണി നിക്ക്. ഹണി നിക്ക്, ഞാനിതാ വരുന്നു. ഹണി. എടാ ഹണി, നീ എന്തായി കാണിക്കുന്നേ? ഹണി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിനക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഇല്ല, എനിക്ക് അദ്ദേഹത്തെ രക്ഷിച്ചേ മതിയാവൂ. എന്തായാലും ഏഞ്ചൽ എന്റെ കൂടെ ഉണ്ടല്ലോ. കൊച്ചളിയ, ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ പോവാണ്. ഹണി നിൽക്ക. എന്നെ രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്ക്. അടുത്ത പ്രാവശ്യം ഇത്രയും ഉയരത്തേക്ക് വരുമ്പോ ഞാൻ പാരഷൂട്ടും കൊണ്ട് വന്നേക്കാമേ.
വേഗം, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, യു ക്യാൻ ഡു ഇറ്റ്. എടാ നിനക്കെന്താ പട്ടി പിടിച്ചോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മര്യാദക്ക് ഇറങ്ങി വാ. കലക്കി ഹണി, അതാ നീ എത്തിപ്പോയി. എടാ ഹണി ഒരു ജോലി ശരിക്ക് ചെയ്യുകയില്ല. ഇവരെന്താ ഈ കാണിക്കുന്നത്? ഇൻസ്പെക്ടർ പാണ്ട, അങ്ങേക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. മണ്ട, അദ്ദേഹം പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കല്ലേ, അതുപോലെ അറിയില്ല നിനക്ക്. വേഗം രക്ഷിക്കാം, വാ. ഈഷ്, വേണ്ട വേണ്ട, ഇവന്റെ അടുത്തുനിന്ന് എന്നെ രക്ഷിക്ക. ഈഷ്, ഇവൻ എങ്ങനെ എന്നെ രക്ഷിക്കും? ഇവനൊന്നും ശരിക്ക് ചെയ്യാത്തവനാ. ഈഷ്, ഈ ബിൽഡിംഗ് ഇപ്പൊ ഇടിഞ്ഞു വീഴും. നമുക്ക് ഉടൻ തന്നെ താഴേക്ക് ചാടാം. ഈഷ്, നിനക്കെന്താ വട്ടാണോ? ഇത്രയും വലിയ ബിൽഡിംഗ് താഴേക്ക് ചാടണമെങ്കിൽ നമ്മൾ നേരെ മുകളിലോട്ട് പോകേണ്ടി വരും. ഇനി മുകളിലേക്ക് പോവാൻ വേറെ ഫ്ലോർ ഒന്നും ഇല്ലല്ലോ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ചാടില്ല. ഏഞ്ചൽ ഉണ്ടല്ലോ, പേടിക്കണ്ടെന്നേ. ഈഷ്, വേണ്ട വേണ്ട. നോക്കൂ, രണ്ടുപേരും ഇൻസ്പെക്ടർ പാണ്ഡ്യയെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. രക്ഷിക്കോ ഇല്ലയോ അറിയില്ല. നോക്കൂ, കുതിക്കാൻ പോവുകയാണ്. കുതിച്ചു കഴിഞ്ഞു. വേണ്ട, പറയുന്നത് കേക്ക്. നിങ്ങൾ തന്നെ കണ്ടതല്ലേ, സിനിമയിൽ വരുന്ന ഹീറോക്കളെ പോലെയാണ് ഹണിയും ബണിയും ഇൻസ്പെക്ടർ പാണ്ഡ്യയെ രക്ഷിച്ചത്. ഹണി, നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ സാധിച്ചു? ഏഞ്ചലാണ് ഞങ്ങളെ സഹായിച്ചത്. ഏഞ്ചൽ? ഹണി, ഞാനല്ല നിന്നെ സഹായിച്ചത്. ഞാൻ നിന്റെ കോൺഫിഡൻസ് കൂട്ടുക മാത്രമാണ് ചെയ്തത്. അപ്പൊ മായാജാലം ചെയ്യാനുള്ള കഴിവ് നിനക്കില്ലേ? ആ കഴിവ് എനിക്കുണ്ട്. എന്നാൽ അതിനേക്കാളും നല്ല കഴിവ് നിനക്കുണ്ട്. നിനക്കിത് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഈ ജോലി ഞാൻ നന്നായിട്ട് ചെയ്തു അല്ലേ? ഗുഡ് ബൈ ഹണി. ഇനി എപ്പോഴാ നമ്മൾ കാണുക? നിനക്കെന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ. ബൈ 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 ബൈ. ഹണി, നീ ഞങ്ങളുടെ ഹീറോയാണ്. അതെ, ഇനി നിന്നെ ആരും കഴുതെന്ന് വിളിക്കില്ല.